പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായുള്ള പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിലേക്കാണ് ഓരോ മുന്നണികളുമുള്ളത്. കുട്ടിക്കലാശം അല്പസമയത്തിനകം നടക്കും. പാലക്കാട് മേലാപ്പുറയിൽ നിന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ഗോകുൽ K. വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, എത്രത്തോളം ആവേശത്തിലാണ് സ്ഥാനാർത്ഥികൾ? കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ, സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ മേലാമുറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ നേതാക്കളും സ്ഥാനാർത്ഥിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. എന്നാൽ പ്രവർത്തകരുടെ ഒഴുക്ക് നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി ഇവിടെ എത്തുന്നതിന് മുമ്പേ, ഈ കൊട്ടിക്കലാശത്തിന്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പേ അതിന്റെ ആഘോഷം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. നാടൻപാട്ടും ചാക്യാർ കൂത്തുകളും ഒക്കെ ആയിട്ടാണ് ഈ മേലാമുറിയിൽ നിന്ന് ആരംഭിക്കുന്ന കൊട്ടിക്കലാശത്തിന്റെ തുടക്കത്തെ ഇവർ ആഘോഷമാക്കുന്നത്. ഈ നഗരവീഥികളിൽ BJP പ്രവർത്തകരാൽ സമ്പന്നമായി കഴിഞ്ഞു. BJP പ്രവർത്തകർ ഈ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകൾ ഈ കൊട്ടിക്കലാശത്തിന്റെ യാത്രയുടെ ഭാഗമാകുമെന്നാണ് BJP അറിയിച്ചിരിക്കുന്നത്. ആവേശം, അത്യാവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ആളുകൾ. അതിനാൽ തന്നെയാണ് ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നതിന് മുമ്പേ തന്നെ BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയ വെയിലാണ്, ശക്തമായ വെയിലാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ചൂടിനൊരു കുറവുമില്ല. പക്ഷേ അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പാലക്കാട് തിരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണ 2ാം സ്ഥാനത്തായി. കഴിഞ്ഞ തവണ BJPക്ക് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത് കേവലം 3000 വോട്ടിന് മാത്രമാണ്. ഇത്തവണ 100% ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു BJPയുടെ പ്രവർത്തനമൊക്കെ. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പാലക്കാട് മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ കണ്ടതാണ്. ആ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം, ആ ആവേശത്തിലേക്ക് തന്നെയാണ് BJP എത്തിയിട്ടുള്ളത്. ഇവിടെ കുറച്ച് BJP പ്രവർത്തകരെ നമുക്ക് പരിചയപ്പെടാം. അവരെ ഏത് രീതിയിലാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി? ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പാലക്കാട് തന്നെയാണ്. മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ്? മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും കൃഷ്ണകുമാറായിട്ട് 100% ജയിക്കും. തീർച്ചയായിട്ടും ജയിക്കും. കാരണം സ്വന്തം ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ പേടിയുള്ളവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു സെറ്റസ്കോപ്പാണ് വെച്ച് ഇപ്പോൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും തീർച്ചയായിട്ടും കൃഷ്ണകുമാറായിട്ട് 5000 വോട്ടിന്റെ മേലെ എന്തായാലും വിജയിക്കും. LDF-നെയാണോ മുഖ്യ എതിരാളിയായി കാണുന്നത്? LDF ആണോ UDF ആണോ? രണ്ടും നമുക്ക് ഒരുപോലെ തന്നെയാണ്. രണ്ടും നമ്മളെ തകർത്ത് കൃഷ്ണകുമാർ എന്തായാലും വിജയിക്കും. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം നേടുമായിരിക്കും കൃഷ്ണകുമാർ? 5000-10,000 വോട്ടിന്റെ ഉള്ളിൽ എന്തായാലും വിജയിക്കും. BJP എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് വിചാരിക്കുന്നത്? 12,500 ഭൂരിപക്ഷത്തിൽ ജയിക്കും. 12,500 ഭൂരിപക്ഷത്തിൽ ജയിക്കും. കൃത്യമായ കണക്കാണോ? കൃത്യമായ കണക്കാണ്. മുനിസിപ്പാലിറ്റിക്ക് അപ്പുറത്തേക്ക് മറ്റു പഞ്ചായത്തുകളിലും BJP ലീഡ് ചെയ്യും. ഞാൻ ശിവസേനന്റെ ജില്ലാ പ്രസിഡന്റ് ബോസാണ്. ഞാൻ കൃത്യമായ കണക്ക് പറയുന്നത് 12,500 ഭൂരിപക്ഷത്തിൽ കൃഷ്ണകുമാർ ജയിക്കും. ഈ രീതിയിലാണ് BJPയുടെ വിജയപ്രതീക്ഷ. മാത്രമല്ല, അവർ കൃത്യമായിട്ട് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കണക്ക് പോലും BJP പ്രവർത്തകർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ്. കാരണം കഴിഞ്ഞ ഒരു 27 ദിവസമായിട്ട് അടിത്തട്ടിൽ കൂടിയായിരുന്നു BJPയുടെ പ്രവർത്തനം. ബൂത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഈ മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ രീതിയിൽ ആത്മവിശ്വാസത്തിന്റെ ഉയരത്തിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ? കൊട്ടിക്കലാശാണ്, എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം? വളരെ ഉഷാർ. കൃഷ്ണകുമാർ ജയിക്കും. 10,000 ജയിക്കും. ഉറപ്പാണ്? ഉറപ്പ്. ആരും ഇപ്പൊ ചോദിച്ച എല്ലാ ആളുകളും 10,000-ന് മുകളിലേക്ക് ഒരു സംഖ്യ പറയാം. എന്താ അതിന്റെ ഒരു കാരണം? മുകളിൽ 10,000 പറഞ്ഞോളൂ. 10,000 വോട്ട്. മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് BJPക്ക് സ്വാധീനം കുറവാണെന്നാണല്ലോ പറയുന്നത്. മുനിസിപ്പാലിറ്റിക്ക് പുറത്ത് BJPക്ക് സ്വാധീനം കുറവാണെന്നാണല്ലോ പറയുന്നത്. ഒന്നും കണ്ണാടി എല്ലാവരും നല്ല ഇതാണ്. ഉറപ്പ്. ഈ LDF-ഉം UDF-ഉം ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയും 3 പഞ്ചായത്തുകളുമാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വരുന്നത്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് മൃഗീയമായ ഭൂരിപക്ഷമുണ്ട്. 34,000-ഓളം വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ BJP നേടിയിട്ടുണ്ട്. ഈ മാത്തൂര്, പിരായിരി തുടങ്ങിയ കണ്ണാടി പഞ്ചായത്തുകൾ LDF-ന്റെയും UDF-ന്റെയും സ്വാധീന മേഖലയാണ്. എന്നാൽ ആ ഭാഗങ്ങളിൽ പോലും BJP ശക്തമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ വിജയിച്ചു കയറുമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോ കുറച്ച് ആളുകളോട് പ്രതികരണം എടുത്തു. ആ പ്രതികരണം എടുത്ത ആളുകളൊക്കെ കൃത്യമായി പറഞ്ഞത് 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥികൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറുമെന്നാണ്. 1.5 വർഷം കൂടി മാത്രമാണ് ഈ ടേമിൽ ഇനി ബാക്കിയുള്ളത്. ഈ വർഷം വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന്റെ ശക്തമായ വികസനം, പാലക്കാട് വികസനത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റുമെന്നായിരുന്നു
BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാർ പറഞ്ഞത്. ഇപ്പോഴെന്തായാലും ഇവിടെ നാടൻപാട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? വലിയ ആഘോഷത്തിലാണോ? നല്ല ആഘോഷമാണ് ഞങ്ങളുടെ പരിപാടി. നമ്മള് വയനാട്, കോഴിക്കോട് ഉള്ള ആൾക്കാർ, പാലക്കാട് ജനതയുടെ പരിപാടിയാണ്. പാലക്കാടിലെ ആൾക്കാർ മാത്രമേ വോട്ട് ചെയ്യാനുള്ളൂ. വയനാട്, കോഴിക്കോട് മറ്റുള്ള പാർട്ടികൾ അങ്ങനെ. ഞങ്ങൾ പാലക്കാടിലെ ജനങ്ങളാണ്. പാലക്കാടിലെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പാലക്കാടിലെ പ്രവർത്തകർ. ഞങ്ങൾ കണ്ണൂര്, വയനാട് ഞങ്ങൾക്ക് ആൾക്കാരില്ല. മറ്റു പാർട്ടിക്കാരും കണ്ണൂര്, വയനാട്, തിരുവനന്തപുരം ഇങ്ങനെയുള്ള ആൾക്കാരാണ് അവരുടെ കൂടെ. ഞങ്ങൾ പാലക്കാട് ജനങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെ കൃഷ്ണകുമാർജിയെ ഞങ്ങൾ ജയിപ്പിക്കാൻ ഞങ്ങൾ പാലക്കാട്ടുകാർ തീരുമാനിക്കും. C. കൃഷ്ണകുമാർ ജയിക്കാൻ കാരണം എന്ന് പറയുന്നത് പാലക്കാട്ടുകാരുടെ അഭിമാനമാണ് കൃഷ്ണകുമാർജി. വികസനത്തിന് പാലക്കാട് വികസനം കൊണ്ടുവന്ന കൃഷ്ണകുമാർജിയാണ്. അപ്പൊ ഞങ്ങൾ പാലക്കാട്ടുകാർ തീരുമാനിക്കും. അല്ലാതെ തിരുവനന്തപുരംകാരും കോട്ടയംകാരും മലപ്പുറംകാരും ഒന്നും ഇവിടെ വേണ്ട. സന്ധിവാരൊക്കെ തിരിച്ചു പോയാലോ? അയാൾ പോയാൽ ഞങ്ങളെ പാർട്ടിക്ക് ഒരു ക്ഷീണവുമില്ല. ഒരു വ്യക്തിയല്ല ഒരു പാർട്ടി. അയാൾ പോയ അയാളുടെ കാര്യം. ഞങ്ങൾ പ്രവർത്തകന്മാരും ഒറ്റടക്കാണ് ഞങ്ങൾ പാർട്ടിയുണ്ടാവും. സന്ധിവാരുടെ പോക്ക് ഒരു തരത്തിലും ക്ഷീണമായിട്ടില്ല. ഒരു ക്ഷീണവുമില്ല. ഞങ്ങൾക്ക് അങ്ങനെ വിഷയമല്ല. ഞങ്ങൾ ആൾക്കാർ ഇഷ്ടമാര് വരാനാണ് നടക്കുന്നതില്. ചേട്ടാ മുനിസിപ്പാലിറ്റി ആണോ? ഏത് പഞ്ചായത്താ? ഞങ്ങൾ എലപ്പുള്ളി പഞ്ചായത്താണ്. എലപ്പുള്ളി പഞ്ചായത്ത് ഞങ്ങൾ ഇപ്പൊ അടുത്ത ഞങ്ങൾ 5 മെമ്പർമാരുടെ എലപ്പുള്ളി പഞ്ചായത്തിൽ ഞങ്ങൾ ഇനിയും കൂട്ടുകയാണ്. ഞങ്ങൾ ജനങ്ങളുടെ പ്രവർത്തകർ. ഞങ്ങൾ പാലക്കാട്ടുകാർ മാത്രം. പാലക്കാടുകാർ മാത്രമാണ് BJPയുടെ പാലക്കാടുകാരായിട്ടുള്ള സാധാരണ പ്രവർത്തകരാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇവിടെ എത്തിയിട്ടുള്ളത്. എന്നാൽ മറ്റു പാർട്ടിയുടെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രവർത്തകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഗോകുൽ, അത് തന്നെയാണ് വളരെ വലിയൊരു ആവശ്യത്തിൽ തന്നെയാണ് പാലക്കാടുള്ളത്. കൊട്ടിക്കലാശത്തിന്റെ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.